ആലോചിക്കണം നിങ്ങൾ, എത്ര വലിയ സ്ഥാനമാണിത്. ആ സ്വാദിഖുകളായിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു തആലാക്ക് വേണ്ടിയിട്ട് അവർ വിശ്വസിച്ചവരാണെന്ന വിശ്വാസത്തെ സത്യസന്ധമായി പുലർത്തുകയും അത് പ്രകടമാകുന്ന വിധം അവർ ജീവിതത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്ത ആത്മാർത്ഥതയുള്ള, മറ്റൊന്നും എവിടെ നിന്ന് ചിന്തിക്കാത്ത, എല്ലാം വിട്ടൊഴിഞ്ഞു പോകേണ്ടി വന്നാലും, എല്ലാം ത്യജിക്കേണ്ടി വന്നാലും, എല്ലാം കൈയൊഴിയേണ്ടി വന്നാലും അള്ളാഹും റസൂലും കൽപ്പിച്ചോ, റസൂലുള്ളാഹിന്റെ കൂടെ പോരണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടോ പോരെന്നേന്നും പറഞ്ഞു പോന്ന കൂട്ടർ. മറ്റൊന്നും അവർക്ക് ചിന്തയില്ല. ഈ സ്ഥിതിക്ക് സാദിഖൂന്നുള്ള പിന്നെ പറയുന്നത് മുഹാജിറുകളെ. നമ്മൾ ആലോചിക്കൂ എന്റെ സുഹൃത്തുക്കളെ, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാരഥന്മാരായ വലിയ വലിയ പണ്ഡിതന്മാരുടെ നിർവചനം കൂടി പരിഗണിച്ചിട്ട് നമ്മളിപ്പോ സ്വാദിഖീങ്ങളെ മനസ്സിലാക്കിയെത്തുന്നത് എവിടെയാണ്? സത്യസന്ധരായ, തങ്ങളുടെ വിശ്വാസത്തോട് സത്യസന്ധത പുലർത്തുന്നവർ, ധർമ്മത്തോട് സത്യസന്ധത പുലർത്തുന്നവർ, നിയമത്തോട് സത്യസന്ധത പുലർത്തുന്നവർ. ഞങ്ങളൊക്കെ ഒരു മുഅ്മിനീങ്ങളാണല്ലോ, മുസ്ലിമീങ്ങളാണല്ലോ, ഞങ്ങൾക്ക് കിട്ടേണ്ട തന്നെയാണല്ലോ എന്ന അവകാശത്തെപ്പറ്റി ചിന്തിക്കാത്തവർ. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന അവകാശങ്ങൾ സാമുദായികമായി സമുദായത്തിന് ഓർത്തില്ല എന്നല്ല. ഈ സമുദായത്തിന് കിട്ടേണ്ട, ഇന്ന് സുപ്രീം കോടതിയുടെ വിധിയിൽ പുറത്തു വന്ന ഈ സമുദായത്തിന് കിട്ടേണ്ട സംവരണത്തിന്റെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചുകൂടെന്നല്ല. അതൊക്കെ ഈ ഭൗതിക തലത്തിൽ സമുദായത്തിന് വേണ്ടി കിട്ടേണ്ടതാണ്. സമുദായത്തിന് വേണ്ടി കിട്ടേണ്ടതിൽ നിന്ന് തനിക്ക് വേണ്ടി, തനിക്കെന്ത് കിട്ടും, തനിക്കെന്ത് കിട്ടണം, താനെന്ന നിലയ്ക്ക്, വിശ്വാസി എന്ന നിലയ്ക്ക് തനിക്കെന്ത്, ഇക്കാര്യം ആലോചിക്കാതെ അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടും അള്ളാഹിനെ കൊണ്ടും വിശ്വസിച്ചത്, ഈമാൻ കൊണ്ടത് തനിക്ക് ആഖിറത്തിൽ അള്ളാഹുവിന്റെ പ്രീതി കിട്ടാനാണ്, നന്ന ചുരുങ്ങിയത് സ്വർഗം കിട്ടാനാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് എന്നെങ്കിലും കരുതിക്കൊണ്ട് അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്റെ വിശ്വാസത്തോട് സത്യസന്ധത പുലർത്താൻ തക്ക വിധത്തിലുള്ള അവന്റെ സ്വത്തുക്കളിലും ശരീരങ്ങളിലുമുള്ള പെരുമാറ്റം ആത്മാർത്ഥമാണോ, ഇഖ്ലാസുള്ളതാണോ, അവന്റെ നിയ്യത്ത് സത്യസന്ധമാണെന്ന് വെളിപ്പെടുന്നതാണോ? ഇതാണ് സ്വാദിഖുകൾ. ആ സ്വാദിഖുകളോടൊപ്പം നിലക്കൊള്ളുവീൻ. സ്വർഗത്തിൽ നിൽക്കണോ? സ്വർഗത്തിൽ അവരുടെ കൂട്ട് കിട്ടണോ? ഇത്തഖുല്ലാഹ്, മുത്തഖികളായി അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവിൻ. എന്റെ പ്രിയപ്പെട്ട കൂട്ടരെ, കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായിൽ ഇന്നണി നിരന്നിട്ടുള്ളവരെ നിങ്ങൾക്ക് ബോധ്യമില്ലെങ്കിൽ വേണ്ട. കാരണം ഇന്ന് ജംഇയ്യത്തുൽ ഉലമയിൽ നിങ്ങൾ കാണുന്നത് എന്നെപ്പോലുള്ള ചെറുപ്പക്കാരാണ്. പക്ഷെ ആത്മാർത്ഥതയുള്ള വലിയ വൃദ്ധന്മാരായ പണ്ഡിത വൃദ്ധന്മാർ നമ്മുടെ പരത്തണയിലുണ്ട്. നമ്മുടെ ഈ സമ്മേളന നഗരിയിലേക്ക് വരാൻ പറ്റാത്ത വിധത്തിൽ പ്രയാസപ്പെടുന്ന വയസ്സാത്മ ആത്മാർത്ഥയുടെ പ്രതീകങ്ങളായ ഉലമാക്കൾ, എന്റെ പ്രിയപ്പെട്ട അഭിവന്ദരായ ഗുരുവർ ജാമിയ വഹബയിലെ സദർ മുദരിസ് ബഹുമാനപ്പെട്ട ശൈഖുന ഉണ്ണി ഉസ്താദ് അവർകൾ എന്ന് ഞങ്ങൾ വിളിക്കുന്ന മഹാൻ, ആ മഹാൻ അവർകളെ തന്നെ നോക്കൂ നിങ്ങൾ. അദ്ദേഹത്തിന് അസുഖമായി കണ്ണിന് പ്രഷർ വന്നിട്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ചികിത്സിക്കുന്നത് അവസാന നിമിഷം. ആ അവസാന നിമിഷത്തിൽ ചികിത്സയിൽ ഫലപ്പെടാതെ വന്നിട്ട് തന്റെ ഒരു കണ്ണ് നിൽക്കുന്നിടത്തിൽ നിന്ന് പുറത്തു വീണ് ഇങ്ങോട്ട് ഒഴുകി. മഹാനായ ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണാണ്. അനബ്നുല്ലദീ സാലത്ത് അലൽ കഫി അനബ്നുല്ലദീ സാലത്ത് അലൽ ഖദ്ദി ഐനുഹു ഫറുദ്ദത് ബികഫിൽ മുസ്തഫ അയ്യമാ റദ്ദി. ഖത്താദ് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ ഉഹദ് യുദ്ധത്തിൽ ശരമേറ്റിട്ട് അമ്പേറ്റിട്ട് തന്റെ കണ്ണ് കവിളിലേക്ക് വീണിട്ട് ആ വീണ കണ്ണുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട്, അള്ളാന്റെ റസൂലെ, എന്റെ കണ്ണാണല്ലോ ഇത്, ഈ കണ്ണൊന്ന് തിരിച്ചു കിട്ടണമല്ലോ എന്ന് പറഞ്ഞ ആ കഥ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ ചൊല്ലിയിട്ടുള്ള, മക്കളിൽപ്പെട്ടവരാൾ ചൊല്ലിയിട്ടുള്ള, പരമ്പരയിൽപ്പെട്ടവരാൾ ചൊല്ലിയ പദ്യമാണിത്. ഇതുപോലെ കണ്ണ് കാഴ്ചയില്ലാതായിട്ട് വീണിട്ട് കണ്ണിലേക്ക് ഒഴുകിയിട്ട് ഇങ്ങനെ പിടിച്ചത് നീക്കിക്കളഞ്ഞിട്ട് പ്ലാസ്റ്റിക്കിന്റെ കണ്ണ് വെച്ച ഒരു കണ്ണ്, മറ്റേ കണ്ണിനും ഒരൽപ്പം കാഴ്ച മാത്രമുള്ള ഒരു കണ്ണ്, ആ കണ്ണോടുകൂടെ തന്നെ ദർശനം വരുന്നു. അദ്ദേഹം സാധാരണഗതിയിൽ നമ്മൾ ഇരിക്കുന്നത് പോലെ ഇരുന്ന് മലവിസർജനം നടത്താൻ സൗകര്യത്തിലല്ല. മലവിസർജനം നടത്തുന്ന ദ്വാരം ആശുപത്രിയിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്തിട്ട് അവിടെ ക്യാൻസർ ബാധിച്ചിട്ട് അത് നീക്കിക്കളഞ്ഞിട്ട് ഇപ്പോ മലങ്ങൾ വിസർജിക്കപ്പെടുന്ന വിസർജനങ്ങൾ വരുന്നത് തന്റെ മുൻഭാഗത്ത് നാഭിയിലാണ്, സഞ്ചിയിൽ. ഈ പ്രയാസത്തോടുകൂടെ തന്റെ വീട്ടിലിരുന്നിട്ട് പ്രയാസത്തോടുകൂടെ എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിച്ചിട്ട് ഒറ്റയ്ക്ക് കഴിയേണ്ട ഈ സന്ദർഭത്തിൽ ഓരോ ഞായറാഴ്ചയും തന്റെ വീട്ടിന്റെ പടിയിൽ നിന്ന്, ഒമ്പരപ്പടിയിൽ നിന്ന് ഒരു ചെറിയ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് അദ്ദേഹം ആ ഓട്ടോറിക്ഷയിൽ കയറി ജാമിയ വഹബിയുടെ തിരുമുറ്റത്ത് അദ്ദേഹത്തിന്റെ റൂമിന്റെ കവാടത്തിൽ വന്ന് നിന്ന് ആ റൂമിലേക്ക് കാലെടുത്ത് വെച്ച് കയറിയിട്ട് തൊട്ടടുത്ത വ്യാഴാഴ്ച വരെ പ്രതിബന്ധങ്ങളില്ലെങ്കിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ആ രൂപത്തിൽ ഇങ്ങോട്ട് വരാൻ കഴിയുമോ? ഇത് ഉത്തരവാദിത്തമാണ്. ഇൽമിനു വേണ്ടി പടക്കപ്പെട്ട, ഇൽമ് പഠിപ്പിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ശൈഖുന നിർത്തിയ അതേ സ്ഥാപനത്തിൽ വളരെ വർഷങ്ങളായി ഞങ്ങളുടെയൊക്കെ ഗുരുവര്യർ ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങളവർകൾ
ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് അബ്ദുൽ ജബ്ബാർ ശിഹാബ് തങ്ങൾ അവർകളടക്കമുള്ളവരുടെ ഗുരുവര്യർ, ഈ മഹാരഥന്മാരായ ഗുരുവര്യന്മാർ കേരള സംസ്ഥാന ജംഇയ്യത്തുലമയുടെ നായകന്മാരാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ, പ്രയാസപ്പെട്ടുകൊണ്ട് അവരേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ഇത്തരത്തിലുള്ള പണ്ഡിതന്മാർ അള്ളാഹു മഹാനർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. മരണത്തിന്റെ വേള വരെയും അവസാനത്തെ ശ്വാസം വരെയും പ്രതിബന്ധങ്ങളില്ലാതെ പ്രയാസങ്ങളില്ലാതെ ഇൽമുമായി സുഹലായി ആഗ്രഹം പോലെ ഇൽമുകൾ ചൊല്ലിക്കൊടുക്കാനും ഇൽമുകൾ പകർന്നു കൊടുക്കാനുമുള്ള തൗഫീക്ക് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ശിക്ഷഗണങ്ങളായ നമുക്കൊക്കെയും അല്ലാഹു തആല നൽകുമാറാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അത്തരത്തിലുള്ള മഹാന്മാർ പലരുമുണ്ട്, എണ്ണി എണ്ണി പറഞ്ഞാൽ നീളും. നമ്മുടെ പ്രസിഡന്റ് മഹാനായ സെക്രട്ടറി അവറുകൾ ഈ സ്റ്റേജിലേക്ക് കയറണമെങ്കിൽ എത്ര പ്രയാസപ്പെടണം, നമ്മൾ ഓരോരുത്തരുടെ വീടുകളിലേക്ക് നമ്മുടെ അഭീഷ്ടപ്രകാരം വരണമെങ്കിൽ എത്ര പ്രയാസപ്പെടണം. ആ പ്രയാസപ്പെട്ടിട്ട് മുട്ടൊക്കെ പ്രയാസപ്പെട്ട് വരുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ കൊടുക്കുന്ന നോട്ടുകെട്ടിനാണോ? നിങ്ങൾക്കതറിയില്ലേ? നോട്ടുകെട്ടിന് വീട്ടിലിരുന്നാൽ ആവശ്യമുണ്ടെങ്കിൽ എത്രത്തോളം കിട്ടും? ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, ഈ സംഘത്തിന് വേണ്ടി, ഓർ സ്ഥാപിച്ചു നൽകി ഏൽപ്പിച്ച സംഘത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന നമ്മുടെ നേതാക്കളുണ്ട്, വയസ്സന്മാർ. ഒരുവിധം പറ്റുന്നവർക്ക് ഇൻഷാ അല്ലാഹ് നാളെ ഇവിടെ എത്തും. അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. നമ്മുടെ ഈ സദസ്സിനെയും വേദിയെയും ധന്യമാക്കാനുള്ള അല്ലാഹു തആല അവർക്ക് തൗഫീഖും അനുഗ്രഹവും നൽകുമാറാവട്ടെ. നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അത്തരത്തിലുള്ള മഹാന്മാരൊക്കെ ഇരിക്കട്ടെ. ഈ തലമുറയിരിക്കുന്നവർക്ക് അവരൊക്കെയും ചെറിയവരാകാം. അവരെ പോലെ വയസ്സുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഈ നൂറ്റാണ്ടിന് അവഗണിക്കാൻ കഴിയുമോ? ഈ തലമുറകൾക്ക് അവഗണിക്കാൻ കഴിയുമോ? കഴിഞ്ഞ 1-2 തലമുറകൾക്ക് അവഗണിക്കാൻ കഴിയുമോ? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഓറെ, നമ്മുടെ നാദാപുരത്തെ പള്ളിയിലുണ്ടായിരുന്ന ഓറെ, ബഹുമാനപ്പെട്ട വണ്ടൂരിലുണ്ടായിരുന്ന താജുൽ ഉലമാ ഓറെ, ശൈഖുനാ അവറുകളെ നമുക്ക് വിസ്മരിക്കാൻ കഴിയുമോ? ഈ 2 നൂറ്റാണ്ടിലെ മഹാരഥന്മാരായ ഈ പണ്ഡിതന്മാർ, അവർ രണ്ടുപേരും ഇരിക്കെ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ-ഉലമയുടെ പ്രസിഡന്റ് സ്ഥാനത്ത്, അധ്യക്ഷ സ്ഥാനത്ത് അവരോധിക്കപ്പെട്ടിരുന്നത് പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിന്റെ പ്രാരംഭവേളയിൽ അവിടുത്തെ നിറഞ്ഞ ഗുരുവര്യന്മാരുടെ മേൽ ഉസ്താദായി സദർ മുദരിസായി, അതായത് അന്നത്തെ കരുത്തനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ സമർത്ഥനാണ്, വലിയ പ്രാസംഗികനാണ്, വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പ്രിൻസിപ്പളായിരിക്കെ തന്നെ, ഹാഫിദ് തങ്ങൾ നിശ്ചയിച്ച പ്രിൻസിപ്പളായിരിക്കെ തന്നെ അദ്ദേഹത്തിന്റെ മീത സദർ മുദരിസായി കൊണ്ട് അവിടെ ജീവനം ചെയ്തിരുന്നത് മഹാനായ മൗലാനൽ മർഹൂം താഴേക്കോട് കുഞ്ഞലൈ മുസ്ലിയാർ അവർകളായിരുന്നു. അദ്ദേഹത്തെ മഹാനായ വണ്ടൂരിലെ ശൈഖുന അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ വിളിക്കൂ. നിങ്ങൾ എന്ന് പറയില്ല, നിങ്ങളൊന്ന് പറയുന്നു പറയില്ല, അവിടത്തേക്ക് ഇവിടത്തേക്ക് ഇങ്ങനെ ബഹുമാനിക്കുന്നവരാണ്. ആ മഹാനായിരുന്നു കേരള സംസ്ഥാന ജംഇയ്യത്തുൽ-ഉലമയുടെ പ്രസിഡന്റ്. ഈ മഹാൻ പ്രസിഡന്റായപ്പോ വൈസ് പ്രസിഡന്റാണ് നമ്മുടെ പള്ളിയിലെ ശംസുൽ ഉലമാ ഓറ്. ശംസുൽ ഉലമാ ഓറ് വൈസ് പ്രസിഡന്റാകുമ്പോൾ പ്രസിഡന്റായിരുന്ന മൗലാന താഴേക്കോട് കുഞ്ഞലൈ മുസ്ലിയാർ. ശംസുൽ ഉലമാ ഓർ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ജനറൽ സെക്രട്ടറി ആയിരുന്ന വണ്ടൂരിലെ ശൈഖുനാ താജുൽ ഉലമാ ഓർ. ഇത്തരത്തിലുള്ള മഹാന്മാർ ശൈഖുനാ താജുൽ ഉലമാ ഓറുടെ കൂടെ വളരെ കാലം വാഴക്കാട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഖുതുബയുടെ ദർസിൽ സതീർത്ഥനായി ഓതിയ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അവർക്കൊപ്പം സതീർത്ഥനായി ഓതിയ, അതിനു മുൻപ് പൊന്നാനിപ്പള്ളിയിൽ ഫതുഹുൽ മുഈൻ അടക്കമുള്ള ഫിഖ്ഹിന്റെ അതിവിദഗ്ധമായ നിലയിൽ ഓതിയ മഹാൻ. അദ്ദേഹം വാഴക്കാട് വരുമ്പോ പരീക്ഷയ്ക്കെടുത്തിട്ടുള്ള ഭാഗം പറയുന്നത് എന്റെ കാതുകൊണ്ട് ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. ഒരു കഥ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു തരും മൂപ്പര്. പറഞ്ഞെന്ന് നമുക്ക് പെട്ടെന്ന് ഓർമ്മ ഉണ്ടായാലേ പിന്നെ കാണുമ്പോൾ വീണ്ടും പറയും. അതുകൊണ്ട് അക്ഷരം തെറ്റാതെ ചിരിച്ചേടത്ത് ചിരിച്ച് പല്ല് കടിച്ചേടത്ത് പല്ല് കടിച്ച് അനുഭവിച്ചത് മുഴുവൻ ആക്ഷനോടുകൂടെ അതേ നിലയിൽ നമുക്ക് പകർന്നു തരുന്ന ഒരാളാണ് മൗലാനൽ മർഹൂം കുഞ്ഞറമുട്ടി മുസ്ലിയാർ. അള്ളാഹു ഈ മഹത്തുക്കളുടെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് നാം ഏവരെയും ഇരു ലോകത്തും രക്ഷപ്പെടുത്തുമാറാവട്ടെ. മൗലാന കുഞ്ഞറമുട്ടി മുസ്ലിയാർ കണ്ണിയത്തവകളുടെയും താജുൽ ഉലമയുടെയും കൂട്ടുകാരനാണ്. ആ കൂട്ടുകാരനായ മഹാൻ വാഴക്കാട് ദാറുൽ ഉലൂമിൽ വരുമ്പോൾ മറത്തുതില്ലതി യാതൊരുത്തന്റെ അരികെ ഞാൻ നടന്നു. ഒരുത്തന്റെ അരികെ എന്ന് പൊന്നാനിയിൽ അർത്ഥം വെച്ച ഒരുത്തന്റെ അരികെ ഞാൻ നടന്നു. ഒരുത്തെന്ന് മൂപ്പർ പരീക്ഷയുടെ വേളയിൽ കുത്തുബി അവരുടെ മുന്നിൽ വെച്ചിട്ട് അർത്ഥം പറഞ്ഞു കൊടുത്തപ്പോ MCC സഹോദരന്മാരും KM മൗലവിയൊക്കെ കുത്തുബി കളിയാക്കാൻ തുടങ്ങിയത്. ഒരുത്തൻ ഒന്ന് എന്ന് പറയുന്ന ഭാഷയിലില്ലോ എന്ന് കരുതിയ ഇപ്പൊ മഹാനായ ഖുത്ബി തങ്ങൾ അവർ ആ സമയത്ത് പറഞ്ഞ അദ്ദേഹം പറയും യാതൊരുത്തൻ എന്നോ യാതെന്നോ എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയിലില്ല, മലയാള നിഘണ്ടുവിലില്ല എന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല. ബഹുമാനപ്പെട്ട ശൈഖു മശായിഖുനാ ഉസ്താദു അസാതിദുനാ മൗലാനൽ മർഹൂം ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി നവറല്ലാഹു മർഖദഹു, ആ കുഞ്ഞഹമ്മദ് ഹാജിയുടെ മരുമക്കളും മക്കളുമാണ് KM മൗലവിയും MCC സഹോദരന്മാരും.
അവരദ്ദേഹത്തിൽ നിന്ന് ദർസിൽ മലയാളത്തിന്റെ ഭാഷ ഉപയോഗിക്കുന്ന ശുദ്ധ മലയാളം കേട്ടപ്പോ അവരന്നത്തെ പൊന്നാനി പണ്ഡിതന്മാർക്ക് ഭാഷാശുദ്ധിയില്ലാത്തതിന്റെ പേരിൽ പണിയാക്കുന്നു, പരിഹസിക്കുന്നു. ഇതാണ് വഹാബിസത്തിന്റെ തുടക്കം. വഹാബിസത്തിന്റെ തുടക്കം തന്നെ സാധാരണമായ ഇൽമിന്റെ രീതിയിൽ പൊന്നാനി ഉലമാക്കൾ എങ്ങനെ പോയോ ആ ഉലമാക്കളുടെ അറിവ് കുറവാണ്. അവർക്ക് ഭൗതികമായ വിവരമില്ല, അവർക്കറിയേണ്ട ഒന്നും അറിയില്ല, അധ്യാപനം തിരിയില്ല, ഭാഷാശുദ്ധിയില്ല, പഠിപ്പിക്കാൻ അറിയില്ല. ഞങ്ങൾക്കതൊക്കെ അറിയാം. കാരണം അവർ ലേശം ഗോളശാസ്ത്രം പഠിച്ചു, ലേശം ഗണിതശാസ്ത്രം പഠിച്ചു, ലേശം ക്ഷേത്രകൾ ശാസ്ത്രം പഠിച്ചു. ഇതൊക്കെ എന്ത് ദീന? ഇത് ദീനി എൽമുമായി ഇതിനെന്ത് ബന്ധ? ഇതിന്റെ മശായിഖുമാര് ഗുരുമ്പരപരവരെ പോയാൽ അഫലാത്തോനോ അരിസ്റ്റോട്ടിലോ സോക്രട്ടീസോ ഏതോ കുഫാറ, നിരീശ്വരവാദികൾ, പദാർത്ഥവാദികൾ. ഈ പദാർത്ഥവാദികളുടെ പരമ്പരകളിൽ നിന്ന് വരുന്ന ഈ വിദണ്ഡവാദങ്ങളോ തോറ്റ വിജ്ഞാനമോ ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ ഒരാൾക്ക് ഒരു ചുക്കും വരാനില്ല. പക്ഷേ ഈ ഭൗതിക വിവരങ്ങളിൽ ഒരു ലേശം കിട്ടി. പക്ഷെ അത് ആവശ്യമായിരുന്നു. നമ്മുടെ ദർസിന്റെ കിതാബുകളുടെ സാങ്കേതിക ശക്തികൾക്കും നമ്മുടെ ദർസിന്റെ കിതാബുകൾ പറയപ്പെടുന്ന ചില സംഗതികൾക്കും കിബലയുടെ വിവരം, മാസം കാണുന്നതിന്റെ ഉദയാസ്തമയ വ്യത്യാസത്തിന്റെ വിവരം, ഇതിനൊക്കെ അത്യാവശ്യമുണ്ട്. പക്ഷെ അത്യാവശ്യത്തിൽ കവിഞ്ഞ ഇതിനേക്കാൾ അപ്പുറമുള്ളത് പൊന്നാനിയിലെ പണ്ഡിതന്മാർ തൊടൂല. തർക്കശാസ്ത്രവുമായി ബന്ധപ്പെട്ട കിതാബും തൊടൂല. അതിലേറെ ദീൻ പഠിക്കാൻ സമയം ചെലവഴിക്കണമെന്നാണ് മഖ്ദൂമുമാരും പണ്ഡിതന്മാരും പഠിച്ചത്, മനസ്സിലാക്കിയത്. ആ മനസ്സിലാക്കിയ പണ്ഡിതന്മാരുടെ പാരമ്പര്യത്തിൽ പോന്ന അന്നത്തെ കേരളത്തിലെ ഉലമാഇനെതിരെ ഒരു ചെറിയ അല്പം ഭൗതിക ശാസ്ത്രത്തിന്റെ തുണ്ട് കിട്ടിയപ്പോ കുത്തുബി അവർക്കും കിട്ടിയല്ലോ. അത് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയിൽ നിന്ന് കുത്തുബി അവർക്കും കിട്ടിയല്ലോ. കുത്തുബിയെ പോലുള്ള മഹാന്മാർ, ബെഞ്ചിപ്പാട് സുലൈമാൻ മുസ്ലിയാർ, ഇവർക്കൊക്കെ കിട്ടിയല്ലോ. അവരൊക്കെ അന്നത്തെ മുതിർന്നവരാണ്. പക്വതയുള്ള മുതിർന്ന ആളുകൾക്ക് ഈ വിജ്ഞാനം കിട്ടിയിട്ട് ഭാഷാശുദ്ധി കൂടി മൗലാന കുഞ്ഞഹമ്മദ് ഹാജിയിൽ നിന്ന് കിട്ടിയപ്പോ നല്ല നിലയിൽ ദർശന ശുദ്ധമാക്കാനും ദീനിന്റെ ഇൽമുകൾ ശരിക്ക് സ്വതസിദ്ധമായ ഭാഷയിൽ ശുദ്ധിയോടുകൂടെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനുമാണ് അവർ മെനക്കെട്ടത്. പക്ഷേ MCC സഹോദരന്മാരും KM മൗലവിയോ ഉള്ളവരെ കളിയാക്കാൻ ഇതിന്റെ തുടക്ക കുഞ്ഞർമുട്ടി മുസ്ലിയാര് ഒരുത്തൻ എന്ന് പറഞ്ഞപ്പോ ഒരുത്തൻ ഒന്ന് എന്ന പരിഹാസം. ഇത് തന്നെയായിരുന്നു കിബല തർക്കത്തിലും കണ്ടത്. ഇത്തരത്തിൽ വന്നതൊക്കെയും അവരുടെ ദുരഭിമാനമായിരുന്നു, പൊങ്ങച്ചമായിരുന്നു. കിട്ടിയ ഭൗതിക വിജ്ഞാനത്തെ കൊല്ലിയുള്ള ദുരഭിമാനം. ആ ദുരഭിമാനത്തെ തൊല്ലി പുത്തൻവാദികൾ പുത്തൻവാദമുണ്ടാക്കിയവരായി മാറിയെങ്കിൽ വിജ്ഞന്മാർക്ക് അത്തരം വിജ്ഞാനങ്ങൾ കിട്ടിയാൽ അവർ പൊന്തുകയല്ല. അവരതുകൂടി ഉപയോഗപ്പെടുത്തിയിട്ട് ശറഇനെയും ഹക്കിനെയും സിദ്ഖിനെയും സ്ഥാപിക്കുകയാണ്, അതിനെ വളർത്തുകയാണ്. അതിനേറ്റവും വലിയ മാതൃകാപരമായ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട കുത്തുബി അവർകൾ. ഞാൻ പറഞ്ഞു വന്നത്, ആ കുത്തുബി അവർകൾ യാതൊരുത്തൻ എന്ന് പറഞ്ഞപ്പോ ഏത് ഡിക്ഷണറി എടുത്തു വെച്ചാലും കാണും ആ മലയാളം. അതർത്ഥം വെക്കേണ്ടത് തന്നെയാണ്. നെക്രിയാക്കിയിട്ട് അർത്ഥം വെക്കാതെ മാരിഫയാക്കി അർത്ഥം വെക്കുകയാണെങ്കിൽ ശരിക്കും അങ്ങനെ വെച്ചേ പറ്റൂ. അഹദിന്റെ അർത്ഥം യാതൊരുത്തെന്ന് വെക്കാൻ അർത്ഥം ശരിയല്ല. പൊന്നാനി പണ്ഡിതന്മാരുടെ അർത്ഥം അർത്ഥവത്തായിരുന്നു. പക്ഷെ ഇത് തിരിയാത്ത MCC സഹോദരന്മാരും KM മൗലയും പരിഹസിച്ചെങ്കിൽ ആ പരിഹാസത്തിന് വിധേയനായ പൊന്നാനിയിൽ ഇന്ന് നമ്മൾ സാധാരണ കാണുന്ന തുഹ്ഫത്തുൽ വർദിയ എന്ന നഹ്വിന്റെ ചെറിയ തുഹ്ഫ, ആ തുഹ്ഫയുടെ വ്യാഖ്യാനമായ അതിന്റെ ഹാസിയയുടെ കർത്താവ് ബഹുമാനപ്പെട്ട തുന്നൻ വീടൻ മർഹൂം മുഹമ്മദ് മുസ്ലിയാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് നമ്മയും അവരെയും ഇരുലോകത്തും രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആ മഹാന്റെ ശിഷ്യനായി വന്ന മൗലാനൽ മർഹൂം കുഞ്ഞറമുട്ടി മുസ്ലിയാർ ഇഹ്റാമിലായിക്കൊണ്ട് ഇനായിൽ വെച്ച് മുഹിരിമായിക്കൊണ്ട് മരണപ്പെട്ട മഹാൻ. അവരൊക്കെയാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ച പ്രഥമ കൺവെൻഷനിൽ പങ്കെടുത്ത ഇതിന്റെ ഭാരവാഹികൾ. ആരാണിവർ? ഉലൈക ഹുമുസ് സാദിഖൂൻ. അന്ന് നിലവിലുള്ള പണ്ഡിതന്മാരെ അപേക്ഷിച്ച് കർമ്മങ്ങൾ വിശുദ്ധമായി, സംശുദ്ധമായി, സത്യസന്ധമായി ധർമ്മം പുലർത്തി, കടമ പുലർത്തി, ഈമാനിനോടും അമലിനോടുമുള്ള ധർമ്മം പുലർത്തി, അള്ളാഹുവിന്റെ ദീനിലും അള്ളാഹു തആലാന്റെ ശരീഅത്തിലും എന്താണ് നമ്മുടെ ഫുഖഹാ വിവരിച്ചു തന്നതെങ്കിൽ, എന്താണ് പണ്ഡിതന്മാർ വിവരിച്ചതെങ്കിൽ ആ നിയമത്തിൽ അപ്രിയത്വം തോന്നാതെ, വെറുപ്പ് തോന്നാതെ സത്യസന്ധമായി വരച്ച വരയിൽ, ഫുഖഹായിന്റെ വരച്ച വരയിൽ നിൽക്കാനാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത്. ഈ രൂപീകരിച്ച പണ്ഡിതന്മാർ സ്വാദിഖീങ്ങളാണ്. അന്നത്തെ കാലത്തെ പണ്ഡിതവര്യന്മാരിൽ സ്വാദിഖീങ്ങൾ അവർ മാത്രമാണ് സ്വാദിഖീങ്ങൾ. മറ്റുള്ളവരെ ഞാൻ പറയുന്നില്ല. അന്നത്തെ കാലത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത് 1925 രൂപീകരിക്കപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 925 മുതൽക്ക് 1960കൾ വരേക്കും സുന്ദരമായി നടന്ന ജംഇയ്യത്തുൽ ഉലമ 960കളുടെ പ്രാരംഭം മുതൽക്കു തന്നെ വളരെ വിഘടനപരമായ ഒരുപാട് അസ്വാരസ്യങ്ങളും അപശബ്ദങ്ങളും ആ സംഘത്തിനിടയിൽ പുറത്തു വന്നുകൊണ്ടിരുന്നു.
ഇതിന്റെ പരിസമാപ്തിയായിരുന്നു ഏതാണ്ട് 1967 ഏപ്രിൽ മാസം 8-ാം തീയതി കുപ്രസിദ്ധമായ മുശാവറയിലെ 13 അംഗങ്ങൾ മാത്രം പങ്കെടുത്ത മുശാവറയിലെ സ്പീക്കർ ഖുതുബ അനുവദനീയമാക്കുന്ന തീരുമാനം. അതിന് മുൻപത്തെ സമസ്തയുടെ മുശാവറകളിലൊന്നും കർമ്മപരമായ ശാഖാപരമായ ഒരു വിഷയത്തിൽ മദ്ഹബ് സംബന്ധമായ ഒരു വിധി എവിടെയും തീരുമാനിച്ചത് എവിടെയും കാണൂല. 1925 മുതൽക്ക് 967 ഏപ്രിൽ മാസം 8-ാം തീയതി വരെയുള്ള സമസ്ത മുശാവറയുടെ തീരുമാനങ്ങളിൽ സമസ്തയുടെ 60-ാം വാർഷികത്തിനിറങ്ങിയ സ്മരണക പരിശോധിക്കട്ടെ, അല്ലെങ്കിൽ ഇന്ന് ഓഫീസിലിരിക്കുന്ന 45 മുതൽക്കുള്ള മിനിറ്റ്സെങ്കിലെങ്കിലും ഇന്ന് ഓഫീസിലുണ്ടത്രേ. ആ ഓഫീസിലുള്ള മിനിറ്റ്സ് നോക്കിയിട്ട് വായിച്ചു പറയട്ടെ. കുപ്രസിദ്ധമായ ലൗഡ് സ്പീക്കർ സംബന്ധിച്ചിട്ടുള്ള അനുവദനീയമാണ് എന്ന് തീരുമാനിക്കുന്ന ഈ തീരുമാനത്തിന് മുൻപ് ബാങ്ക്, ഖുതുബ പോലുള്ള ഇബാദത്തുകളിൽ, ആരാധനകളിൽ ഉച്ചഭാഷണം ഉപയോഗിക്കുന്നത് അനുവദനീയമാണ്. ഇങ്ങനെ അനുവദനീയമാണ്, സുന്നത്താണ്, ഹറാമാണ്, വാജിബാണ് എന്ന് കർമ്മശാസ്ത്ര വിധികൾ വെച്ച ഒരു തീരുമാനം 8/4/67 വരെയുള്ള സമസ്തയുടെ ചരിത്രത്തിൽ കാണില്ല. സിനിമയെപ്പറ്റി വന്ന ചോദ്യത്തിന് പാടില്ല എന്ന് മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു. ആ സമസ്ത മുശാവറയുടെ തീരുമാനം പാടില്ല എന്ന് മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ആലോചിക്കണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഇവരൊരു കൊച്ചു കൂട്ടർ, ഏതാനും ചെറിയ കൂട്ടർ. നാദാപുരം ഭാഗത്ത് ബഹുമാനപ്പെട്ട ഓറക്കരുതി ഓരുടെ വിശുദ്ധി കണ്ടുകൊണ്ടാണ് നമ്മളൊക്കെ നിൽക്കുന്നതെങ്കിലും കേരളത്തിൽ വളരെ പരിമിതരായ ഈ ഒരു കൂട്ടർക്ക് മാത്രം എങ്ങനെയെന്ന് ചിന്തിക്കുമ്പോൾ ആ ചിന്ത ചെന്ന് തറക്കേണ്ടതെവിടെയാണ്? എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ ആലോചിക്കണം. സിനിമയെപ്പറ്റി സമസ്തയുടെ മുശാവറയിലേക്ക് ചോദ്യം വരുമ്പോ സമസ്ത മുശാവറ പാസാക്കുന്നത് സിനിമയെപ്പറ്റി വന്ന ചോദ്യത്തിന് പാടില്ല എന്ന് മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു എന്നാണ്. പാടില്ല എന്നല്ല, പാടില്ല എന്ന് മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു ചോദ്യക്കാർക്ക്. ബാങ്ക് പലിശയെപ്പറ്റി വന്ന് ചോദിച്ചതിന് പാടില്ല എന്ന് മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു. സമസ്തയുടെ മുശാവറയിലെ പണ്ടത്തെ ചില തീരുമാനങ്ങളാണ്. പാടില്ല എന്ന് മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു. എന്താ അങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് മൂക്ക് പിടിക്കേണ്ട ആവശ്യം? പാടില്ല എന്ന് മറുപടി കൊടുക്കാൻ. ഫത്വ പരിഭാഷ വളരെ വലിയ സുപ്രസിദ്ധമായ മീൻചന്ത പ്രമേയം പാസാക്കിയിട്ടുണ്ട് സമസ്ത. മീൻചന്ത പ്രമേയത്തിൽ വളരെ സുന്ദരമായി ഖുതുബയെപ്പറ്റി പറയുന്നത് എന്താണെന്നറിയോ? ജുമാ ഖുതുബയിൽ അറബല്ലാത്ത ഭാഷയിൽ ജുമാ ഖുതുബ പരിഭാഷപ്പെടുത്തുന്നത് ബിദ്അത്തും മുൻകറത്തും നല്ലതല്ലാത്തതുമാണെന്ന് യോഗം തീർച്ചപ്പെടുത്തുന്നു. അതുകൊണ്ട് എല്ലാ മഹല്ല് ഖത്തീബുമാരും മറ്റൊക്കെ ഇതിന്ന് ഒഴിവാകണമെന്നാണ്. ബിദ്അത്തും മുൻകറത്തും നല്ലതല്ലാത്തതുമാണെന്ന് ഈ യോഗം തീർച്ചപ്പെടുത്തുന്നു. അതിന്റെ വിധി പറഞ്ഞില്ല. വിധിയെക്കുറിച്ചുള്ള ചോദ്യം തൊട്ടടുത്ത മുശാവറയിലേക്ക് വന്നപ്പോൾ ആ മുശാവറ തീരുമാനിച്ചത് ഇതിന്റെ വിധി സംബന്ധമായിട്ട് ഫത്വ നൽകാൻ സമസ്ത മുശാവറയിലെ അന്നുള്ള ഒരു മുഫ്തിയായ അന്നത്തെ ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമ, സംസ്ഥാനയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട വണ്ടൂരിലെ താജുൽ ഉലമ ശൈഖുനാ അവറുകളെ ഏൽപ്പിച്ചു. അദ്ദേഹം എഴുതിയ പ്രസിദ്ധ ഫത്വയാണ് അൽബയാനിൽ പ്രസിദ്ധം ചെയ്ത അൽബയാൻ ഫത്വ എന്ന് കോളിളക്കം സൃഷ്ടിച്ച ഫത്വ. ആ ഫത്വയിൽ വിധി പറയാൻ വേണ്ടി ശൈഖുനായ ഫത്വ കേൾപ്പിച്ചിരിക്കുകയാണ് സമസ്തയുടെ കീഴടക്കമെങ്കിൽ തളിപ്പറമ്പുകാരുടെ ഒരു കത്ത് വന്നിട്ട് ആ കത്ത് പ്രകാരം സ്പീക്കറിനെ പറ്റി തീരുമാനമെടുക്കുന്ന സമസ്ത മുശാവറ ചെയ്യുന്നത് തളിപ്പറമ്പുകാർക്ക് ഇങ്ങനെ മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു എന്നല്ല. ഇതിന്റെ വിധിക്ക് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അവറുകളാണ് അന്നത്തെ അധ്യക്ഷനെങ്കിൽ ഈ അധ്യക്ഷൻ ഒരു ഫത്വ കൊടുക്കട്ടെ എന്നുമല്ല. പിന്നെന്താ, സമസ്തയുടെ 13 അംഗങ്ങൾ മാത്രം ചേർന്നിട്ടുള്ള ആ മുശാവറയിൽ അവിടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബഹുമാനപ്പെട്ട മൗലാന മർഹൂം കുഞ്ഞറമിട്ടി മുസ്ലിയാരുണ്ട്. അന്നത്തെ സമസ്തയുടെ ട്രഷററായിരുന്ന അന്തരിച്ച ബേപ്പൂർക്കാലി, ഇന്നത്തെ ബേപ്പൂർക്കാലിയുടെ പിതാവ് അന്തരിച്ച ബേപ്പൂർക്കാലി അവർകളുണ്ട്. അതേപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ രാമന്തളി തങ്ങൾ ഇവിടുത്തെ ഇന്നത്തെ കാര്യദർശിയും ജനറൽ സെക്രട്ടറിയുമായ തങ്ങളവരുടെ മൂത്ത ജ്യേഷ്ഠ സഹോദരൻ, ഏറ്റവും മൂത്ത സഹോദരന്റെ തൊട്ടടുത്ത ജ്യേഷ്ഠ സഹോദരൻ, തൊട്ടടുത്ത അലിയ സഹോദരൻ ബഹുമാനപ്പെട്ട സയ്യിദ് യാസീൻ മുത്തുക്കോയ തങ്ങളവர்களுണ്ട്. ഈ 3 പേരും ബഹുമാനപ്പെട്ട അധ്യക്ഷനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ നേർക്ക് നിന്നിട്ട് കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ തീരുമാനം ശരിയാണോ, ഇത് തുഫക്കെതിരല്ലേ, ഇത് ഫിഖ്ഹിനെതിരല്ലേ എന്ന് വ്യക്തമായി ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചിട്ട് ആ ചോദ്യത്തിനൊന്നും മറുപടി നൽകാതെ അപ്പോഴാണത്രേ ചില ഉന്നതരായ ആളുകൾ അദ്ദേഹത്തിൽ നിന്ന് തുഫ വാങ്ങി നോക്കുന്നത്. മുശാവറ കൂടുന്ന സ്ഥലത്ത് തുഫയില്ലായിട്ട് തൊട്ടടുത്ത മുദാക്കരപ്പള്ളിയിൽ നിന്ന് തുഫ വരുത്തിച്ചിട്ട് ആ തുഫയുടെ ഇബാറത്ത് കാണുമ്പോൾ സാഗൂതം വന്ന് നടാടെ കാണുന്നത് പോലെ ജുമുഅയുടെ ഭാഗത്ത് ഇസ്മാഉൽ അർക്കാൻ ലി അർബഈന മിമ്മൻ തന്നഖദ് ബിഹിമുൽ ജുമുഅ എന്ന സാധാരണ നമ്മളൊക്കെ കിതാബ് ഓതുമ്പോൾ വായിക്കുന്ന ഇബാറത്ത് പട്ടിക്കാട് കോളേജിലെ വലിയ മുദരിസുമാ സാഗൂതം ആദ്യം കാണുന്നത് പോലെ നോക്കിയത്രേ. കുഞ്ഞറമ്പുട്ടി മുസ്ലിയാർ ഇത് പറയും. ഈ 3 പേരുടെ എതിർപ്പ് വകവെക്കാതെ പട്ടണം ചുട്ടെടുക്കുന്ന അനായാസതയിൽ പൊരിച്ചെടുക്കുന്നത് പോലെ ലൗഡ് സ്പീക്കർ ഇബാദത്തുകളിൽ ഉപയോഗിക്കുന്നത് അനുവദനീയമാണെന്ന് പാസാക്കിയ ആ തീരുമാനം കേവലം ഒരു മസ്അല പ്രശ്നമല്ല. ബാബരി മസ്ജിദ് പൊളിച്ചു എന്നത് കേവലം ഒരു പള്ളിയുടെ പ്രശ്നം എന്ന് വിചാരിക്കരുത് നിങ്ങൾ.
നമ്മളെ നാട്ടിൽ എത്ര പള്ളി പൊളിക്കണ്, ആ പള്ളികൾ എത്ര പുതുക്കിപ്പണിയണ്, പള്ളികൾ എത്ര മാറ്റി സ്ഥാപിക്കണ്. ഇതുപോലല്ലേ ബാബരി മസ്ജിദ് എന്ന് പറഞ്ഞാൽ പറ്റുമോ? ബാബരി മസ്ജിദ് ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാന സ്തംഭമാണ്. തർക്കമുള്ള ഒരു പള്ളി, മുസ്ലിമീങ്ങളുടെ അഭിമാനമായി വന്ന ഒരു പള്ളി ഞങ്ങൾ പൊളിക്കും എന്ന് പറയുമ്പോൾ ഇത് ഈ രാജ്യത്തിന്റെ അവരദാനമാണ്, ഈ രാജ്യത്തിന്റെ സ്വത്താണ്, ഈ രാജ്യത്തിന്റെ മതേതരം അപകടപ്പെടുത്തരുത് എന്ന് മുസ്ലിമീങ്ങൾ മാത്രമല്ല മതേതര വിശ്വാസികളായ എല്ലാ വിശ്വാസികളും പറഞ്ഞ ആ പവിത്ര പള്ളി, അപ്പള്ളിക്ക് മസ്ജിദുൽ അക്സയുടെ സ്ഥാനമൊന്നുമില്ല, മസ്ജിദുൽ നബവിയുടെയും മസ്ജിദുൽ ഹറാമിന്റെയും സ്ഥാനമൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ പള്ളിന്റെ സ്ഥാനമേ ഉള്ളൂ. പക്ഷെ ഇന്ത്യ രാജ്യത്തെ മതേതരവാദികളുടെ മൊത്തം അഭിമാനവും അവരുടെ മൊത്തം അഭിമാന പ്രശ്നവുമായിരുന്നു അത്. എന്ന പോലെയല്ലേ, കേവലം ഒരു മസ്അലയല്ല, ആ മസ്അല അനുവദനീയമാണ്, ഹറാമാണ്, സുന്നത്താണെന്ന ഫിഖ്ഹിന്റെ വിധി പാസാക്കുക സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന മഹത്തായ സംഘടനയുടെ 925 മുതൽക്ക് രൂപീകരിച്ചിട്ട് 67 ഏപ്രിൽ 8 വരെയുള്ള തീരുമാനങ്ങളിൽ ഏറ്റവും കടുത്ത ഒന്നാമത്തെ പ്രഥമമായ അപരാധത്തിന്റെ തീരുമാനമാണ്. ഇത് ജംഇയ്യത്തുൽ ഉലമയുടെ ലക്ഷ്യത്തിനെതിരാണ്. ഈ ലക്ഷ്യത്തിനെതിരായ തീരുമാനത്തിനെതിരെ നിയമപരമായ പ്രശ്നങ്ങളൊക്കെയും നോക്കി, നിയമവിധേയമായ തടസ്സവാദങ്ങളൊക്കെയും ഉന്നയിച്ചു. അന്ന് പ്രസിഡന്റ് അവർകളില്ല. ഈ വിഷയം നമ്മൾ മനസ്സിലാക്കണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ മസ്അല പറയല്ല, നാളത്തെ ഫിഖ്ഹ് സെമിനാറിൽ ഇതുമായി ബന്ധപ്പെട്ട് മസ്അലകൾ വിവരിക്കാൻ സെമിനാറുണ്ട്. ആ സെമിനാറിൽ ഇതിന്റെ മസ്അല കേൾക്കാം. മസ്അല പറയല്ലേ, ഇവിടെ സംഘടനാപരമായ ചരിത്രം പറയുകയാണ്. ഈ തീരുമാനമെടുക്കുന്ന അക്കാലത്ത് സമസ്തയുടെ പ്രസിഡന്റ് ആരാണ്? സമസ്ത സ്ഥാപിച്ച 925 കാലഘട്ടങ്ങളിൽ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഉലമാക്കളെ കിട്ടാൻ വേണ്ടി നാടുനാടാന്തം ദർസാന്തം ചുറ്റി നടക്കുമ്പോ അന്നത്തെ ഏറ്റവും വലിയ പേരും പ്രസിദ്ധിയുമുള്ള ദർസ്, അന്നത്തെ പണ്ഡിതന്മാരുടെ അഗ്രഗണ്യരുള്ള അത്യാശക്തിയുള്ള നേതാവ് ശംസുൽ ഉലമാ ഖുതുബി അവർക്കുരുടെ വാഴക്കാട്ട ദർസ്, ആ ദർസിൽ പോയി ഉയർന്ന പണ്ഡിതന്മാരെ സമസ്തയിൽ ചേർക്കാൻ വേണ്ടി നിൽക്കുമ്പോ 19ാമത്തെ മെമ്പറായി സമസ്തയിൽ ചേർത്തപ്പെട്ട വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമാ വണ്ടൂരിലെ ഊർ സദഖത്തുള്ള മുസ്ലിയാർ അവർകൾ നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ മഹാൻ. അതേപോലെ അന്ന് സമസ്തയിൽ ചേർക്കപ്പെട്ടവരാണ് അദ്ദേഹത്തിന്റെ സമദൃഷ്ടനായി, അദ്ദേഹത്തിന്റെ കൂടെ, അദ്ദേഹത്തിന്റെ ശരീക്കായോ എന്ന് ഞാനീ പറഞ്ഞ മൗലാന കുഞ്ഞറമുട്ടി മുസ്ലിയാർ. അവർ രണ്ടുപേരും സമസ്തയുടെ സ്ഥാപക മെമ്പർമാരാണ്. അവരുടെ കൂടെ ഒരു സ്ഥാപക മെമ്പർ കൂടി മാത്രമേ 967 സമസ്ത ഈ സ്പീക്കർ പ്രശ്നം പാസാക്കുന്ന കാലത്തുള്ളൂ. അവരാണ് മൗലാന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ആവട്ടെ ഇത് പാസാക്കുന്ന കാലത്ത് ആരോഗ്യപരമായി സുഖമുള്ള ആളല്ല, സമസ്തയുടെ മുശാവറകളിൽ കൂടാറുമില്ല, അഭിപ്രായങ്ങൾ അപ്പളക്കപ്പള അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മയില്ലാത്ത ഒരു ചെറിയ പ്രായാധിക്യമല്ലെങ്കിലും പ്രായാധിക്യത്തിന്റെ ദൗർബല്യമുണ്ട്. ആ ദൗർബല്യമുള്ള അദ്ദേഹം സാധാരണ കൂടാറില്ലാത്ത മുശാവറയിൽ വരാറില്ലാത്ത അദ്ദേഹത്തെ അന്ന് കൊണ്ടുവന്ന് മുശാവറയിൽ അധ്യക്ഷരാക്കിയത് അന്നത്തെ പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട ശൈഖുനാ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ അവർകൾ പ്രസിഡന്റായിരിക്കെ മഹാനായ താജുൽ ഉലമായുടെ അഭാവത്തിലാണ്. അദ്ദേഹത്തിന് അന്ന് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കപ്പെട്ട ഫത്വയുണ്ട്. ലൗഡ് സ്പീക്കർ ഖുതുബ സഹീഹല്ലെന്നും അതിന്റെ വിധിയും പറഞ്ഞ് ബഹുമാനപ്പെട്ട കുത്തി അവർഗരുടെ പ്രസിദ്ധീകരിക്കപ്പെട്ട ഫത്വയുണ്ട്, ഇത് ശരിയല്ലെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ശൈഖാദം ഹദറത്ത് വെല്ലൂരിലെ എല്ലാവരുടെയും ഉസ്താദായ ശൈഖാദം ഹദറത്തിന്റെ ഫത്വയുണ്ട്, ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരുടെ മുഴുവൻ ഫത്വയുണ്ട്, ശൈഖ് ഹസൻ ഹദറത്തിന്റെ ഫത്വയുണ്ട്. ഈ മഹാന്മാരുടെയൊക്കെ ഫത്വയുണ്ടെന്ന് മാത്രമല്ല ഇതൊന്നിച്ച് ക്രോഡീകരിക്കപ്പെട്ടിട്ട് 965 ജൂലൈ 20-ാം തീയതിയിൽ തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകമുണ്ട്, അത്തംബീഹുൽ മുഹിം. ഈ പുസ്തകങ്ങളെല്ലാം ഉണ്ടായിട്ട് സമസ്തയുടെ പ്രസിഡന്റായ ശൈഖുനാ താജുൽ ഉലമാ അദ്ദേഹവും ഉണ്ടായിട്ട് അദ്ദേഹമടക്കമുള്ള മുശാവറ മെമ്പർമാർ എന്ന് പറഞ്ഞാൽ പോരല്ലോ, പ്രസിഡന്റല്ലേ. ആ പ്രസിഡന്റിന്റെ അഭാവത്തിൽ തളിപ്പറമ്പിൽ നിന്ന് വരുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കുമ്പോൾ മാത്രം 925 മുതൽക്ക് 42 കൊല്ലത്തെ സമസ്തയുടെ ചരിത്രം തിരുത്തി എഴുതിയിട്ട് 967 വരുമ്പോൾ 967 ഏപ്രിൽ മാസം 8-ാം തീയതി വരുമ്പോ 42 കൊല്ലത്തെ മുശാവറയുടെ ചരിത്രം തിരുത്തിയിട്ട് ശാഖാപരമായ ഒരു മസ്അലയുടെ പ്രശ്നത്തിൽ ഏതോ അവരുടെ ഒരു അഭിപ്രായം സമസ്തയുടെ അഭിപ്രായമായി തീരുമാനിച്ചത് അപരാധമല്ലേ? ഈ അപരാധം സഹിച്ചുകൊണ്ട് പൊറുത്തുകൊണ്ട് ഈ അഭിപ്രായത്തിൽ കൂടാൻ പറ്റാത്ത ആളുകൾക്ക് സമസ്തയിൽ നിൽക്കാൻ പറ്റുമോ? ഇതാണ് അന്നത്തെ സമസ്ത മുശാവറ മെമ്പർമാരും അന്നത്തെ സമസ്തയുടെ അധ്യക്ഷരും സമസ്തയിൽ നിന്ന് പിരിയാൻ കാരണം. ആരായിരുന്നു അവർ? അന്നത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശൈഖുന. ഞാൻ വിശദമായി വിവരിക്കുകയല്ല. അദ്ദേഹം വേണ്ടതുപോലെ നോക്കി, നിയമപ്രകാരം നോക്കി, തൊട്ടടുത്ത മുശാവറയിൽ ചോദിച്ചു, അതിനടുത്ത ജനറൽ ബോഡിയിലേക്ക് എഴുത്തും കൊടുത്തു.
മുഷാവറയിൽ ചോദിച്ചിട്ട് മുഷാവറയിൽ അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടിയുള്ള കുൽസിത ശ്രമം നടക്കുമ്പോൾ അവരെ വെട്ടിത്തിരുത്തി മഹാനായ ശൈഖുന അവർകൾ ഓവർടേക്ക് ചെയ്ത് തൊട്ടടുത്ത സമയത്ത് നടന്ന ജനറൽ ബോഡിയിലേക്ക് തന്റെ രാജിക്കത്ത് കൊടുത്ത് പുറത്തു വരുമ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഒരു സംഘം ഉത്കൃഷ്ടരായ പണ്ഡിതന്മാരുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളവരുടെ സഹോദരൻ ബഹുമാനപ്പെട്ട സയ്യിദ് യാസീൻ മുത്തുക്കോയ തങ്ങളെന്ന സമസ്തയുടെ മുഷാവറ മെമ്പറാണ്. ഇന്നത്തെ കേരള സംസ്ഥാന ജമിയത്തിനോട് പ്രസിഡന്റ് മൗലാന NK അവർകൾ അന്ന് മുഷാവറ മെമ്പറാണ്. നമ്മളിരിക്കുന്ന പാണക്കാട് ബഹുമാനപ്പെട്ട തങ്ങളുക നമ്മുടെ അബ്ദുൽ ജബ്ബാർ ശിഹാബ് തങ്ങൾ, ഈ ശിഹാബ് തങ്ങളവരുടെ പിതാവ് സയ്യിദ് അബ്ദുൽ ഖഹാർ പൂക്കോയ തങ്ങൾ, പാണക്കാട്ട് 2 പൂക്കോയ തങ്ങന്മാരാണ്. ആ 2 പൂക്കോയ തങ്ങന്മാരിൽ ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ബാപ്പാനെ തിരിച്ചറിയാൻ പറയാറ് മുദരിസ് പൂക്കോയെന്നാ. മുദരിസ് പൂക്കോയ അല്ലാത്ത പൂക്കോയ ഏതാണ്? ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളുടെയും ഹൈദരലി ശിഹാബ് തങ്ങളുടെയും ഒക്കെ ഉപ്പ കൊടപ്പനക്കൽ PMSA പൂക്കോയ തങ്ങൾ, PMSA പൂക്കോയ തങ്ങളടക്കമുള്ള അന്നത്തെ സാദാത്തിൽ, പാണക്കാട്ട് സാദാത്തിൽ നടാട ബാക്കവി ബിരുദം നേടിയിട്ട് വന്ന ഒരു വലിയ പണ്ഡിതനും മുദരിസുമാണ്. ബഹുമാനപ്പെട്ട കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിയാറവറുകളുടെയും ബഹുമാനപ്പെട്ട വണ്ടൂരിലെ ശൈഖുനായുടെയും പ്രിയപ്പെട്ട ശിഷ്യരുമാണ് ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ബാപ്പ കക്കാട് മുദരിസ്. അദ്ദേഹം എന്ന സമസ്തയിലെ മുഷാവറ മെമ്പറാണ്. കാസർഗോഡ് കാലി അവറ മുസ്ലിയാർ എന്ന സമസ്തയുടെ മെമ്പറാണ്, സമസ്തയുടെ മുഷാവറ മെമ്പറാണ്. ഇത്തരത്തിലുള്ള മുഷാവറ മെമ്പർമാർ മുഴുവൻ ബഹുമാനപ്പെട്ട സമസ്തയുമായി ഈ തീരുമാനത്തിൽ വിയോജിപ്പുള്ളവരാണ്. ഇപ്പം കുറച്ച് 5-6 ആൾ ഇറങ്ങിയിട്ട് വലിയ കോലാഹലമുണ്ടായല്ലോ സമസ്തയിൽ. അന്നിത്രയുള്ള മുഷാവറ മെമ്പർമാരും അന്നത്രയും ഇന്നത്തെ കാലത്ത് നമ്മുടെ നേതാക്കളിൽ പലരും ജനറൽ ബോഡി മെമ്പർമാരാണ്. അവരടക്കമുള്ള ആ ജനറൽ ബോഡി മെമ്പർമാരെല്ലാം സമസ്തയിൽ നിന്ന് വിട്ടുപോകുന്നത് 1925 രൂപീകരിച്ചിട്ട് 42 കൊല്ലത്തെ ചരിത്രത്തിലില്ലാത്ത നയപരമായ ഒരു തീരുമാനം, ഫിഖ്ഹിന്റെ ഒരു മസലയിൽ അവരുടെ മാത്രം അഭിപ്രായം. മൗലാന കണ്ണിയത്തിന്റെ അഭിപ്രായമായി സ്പീക്കർ പ്രശ്നം പറഞ്ഞുകൊള്ളട്ടെ, വിഷമമില്ല. EK അവരുടെ അഭിപ്രായമായി പറഞ്ഞുകൊള്ളട്ടെ, അവരെ പിൻപറ്റുന്നവർക്കോ സ്വീകരിക്കുന്നവർക്കോ ബോധ്യപ്പെട്ടെങ്കിൽ സ്വീകരിച്ചോട്ടെ. എത്ര പിഴച്ച ഫത്വകൾ അവരിൽ നിന്ന് വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒന്നായി ഇതിനെ പെടുത്താമായിരുന്നു. പക്ഷെ അതല്ല ചെയ്തത്. അവരുടെ അഭിപ്രായം മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനമായി ശാഖാപരമായ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കുന്നത് സമസ്തയെ കൊല്ലലാണ്. കൊല്ലാതെ കൊല്ലുന്ന ആ നടപടിക്ക് കുത്തിനിൽക്കാൻ അന്നുത്തരവാദിത്ത ബോധമുള്ള സമസ്തയെ തീറ്റിപ്പോറ്റി വളർത്തുന്നതിൽ പേറ്റുനോവ് അനുഭവിച്ചിട്ടുള്ള ശൈഖുനാക്ക് സാധിക്കുമോ? മൗലാന കുഞ്ഞറപ്പട്ടി മുസ്ലിയാർക്ക് സാധിക്കുമോ? അവരൊക്കെയും സമസ്തയോട് വിട പറഞ്ഞു. മാസങ്ങൾ കാത്തു, മാസങ്ങൾ പരിശ്രമിച്ചു. ആ മാസങ്ങളുടെ പരിശ്രമത്തിന് ശേഷം സൂഫിവര്യന്മാരായി കേരളത്തിൽ അറിയപ്പെടുന്നവരൊക്കെയും ശൈഖുനായുടെ സമീപത്തേക്ക് ആളയച്ചു. വെറുതെ ഇരിക്കാൻ പാടില്ല, മൂപ്പര് അടങ്ങിയിരിക്കാൻ പാടില്ല. മൂപ്പരുടെ കടമ നിറവേറ്റാൻ വേണ്ടി ഒരു പണ്ഡിത സംഘടനയ്ക്ക് രൂപം നൽകിയേ പറ്റൂ. സമസ്തയിൽ നിന്ന് തിരിഞ്ഞിട്ട് ഈ സമസ്തയെ വിശ്വസിച്ചേൽപ്പിട്ട് ഈ സമുദായത്തെ അനാഥമാക്കരുത്. ഇങ്ങനെ പറഞ്ഞവരിൽ ബഹുമാനപ്പെട്ട കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ മൗലാനൽ മർഹൂം സൂഫിവര്യരായ അഭിവന്ദരായ ശൈഖുന അവറുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് വലിയ ദാഖിറായിരുന്നു. അത്ത വലിയ മഹാനായി അന്നത്തെ ആലിമീങ്ങളുണ്ട്. ആ മഹാനായ കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ അവറുകൾ ബഹുമാനപ്പെട്ട ശൈഖുനായുടെ അടുത്തേക്ക് ആളയച്ചു. അടങ്ങിയിരുന്നാ പറ്റൂല, സംഘടന രൂപീകരിക്കണമെന്ന്. മലക്കേ മലബാറിലുണ്ട് അഹ്ദലി കബീലയിൽപ്പെട്ടൊരു വലിയ തങ്ങൾ, യഹ്യ തങ്ങൾ, പണ്ഡിതനാണ്, വലിയ മഹാനാണ്, സൂഫിവര്യനാണ്. അദ്ദേഹം വന്ന് ബഹുമാനപ്പെട്ട ശൈഖുന അബൂബക്കറുടെ അടുത്തേക്ക് കൊടുത്തയച്ച കത്ത് കൊണ്ടുപോയവർ അബൂബക്കർ ഹാജി, വലിയ താടി വെച്ച ഒരു സൂഫിവര്യൻ ഇന്നും അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കർണാടകയിലെ പരിപാടികൾ ചെല്ലുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. അദ്ദേഹത്തെ ഇരുത്തിയിട്ട് ഞാൻ പറയാറുണ്ട്, യഹ്യ തങ്ങൾ ശൈഖുനയുടെ അടുത്തേക്ക് അയച്ച ആളാണിതെന്ന്. ആ മഹാൻ ബഹുമാനപ്പെട്ട ശൈഖുനയിലേക്ക് ആളയച്ചു. അങ്ങനെയുള്ള മഹാന്മാരൊക്കെയും ബഹുമാനപ്പെട്ട ശൈഖുനയോട് അടങ്ങിയിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. 950 മുതൽക്കേ സമസ്തയുടെ പോക്ക് ശരിയല്ലെന്ന് കണ്ടുകൊണ്ട് സമസ്തയോട് വളരാൻ വേണ്ടി ആഗ്രഹമുണ്ടെങ്കിലും നന്നാകാൻ ഇഷ്ടമുണ്ടെങ്കിലും അതിനോട് എതിർപ്പ്, അതിന്റെ പോക്ക് ശരിയല്ലെന്ന് കണ്ടിരിക്കുന്നവരാണ് അന്ന് നാദാപുരത്ത് മുദരിസായ, മരണം വരെയും നാദാപുരത്ത് മുദരിസായ നമ്മുടെ ശംസുലുലമാ ഓർ. ആ ഓറടക്കമുള്ള പണ്ഡിതന്മാർ അണിനിരന്നില്ലേ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയിൽ? ഞാൻ നേരത്തെ പറഞ്ഞ പ്രഗത്ഭരൊക്കെയും അണിനിരന്നില്ലേ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയിൽ? എന്തിനാണ് നിരന്നത്? 1967 നവംബർ മാസം 24-ാം തീയതി വണ്ടൂർ ജുമാഅത്ത് പള്ളിയുടെ മുകളിൽ കൂട്ടിച്ചേർത്താൽ 100 കണക്കിന് പണ്ഡിതന്മാർ ചേർന്ന ഉലമാ കോൺഫറൻസ്. ആ ഉലമാ കോൺഫറൻസിൽ മണിക്കൂറുകളോളം ചർച്ച ചെയ്തു. ഇനി എന്ത് വേണം? ചില പറഞ്ഞു സംഘടന വേണ്ട, സംഘടന അല്ലാതെ നമ്മളിങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷേ ഒറ്റപ്പെട്ട ആ അഭിപ്രായങ്ങൾക്ക് പരിഗണന ലഭിച്ചില്ല. കാര്യബോധമുള്ള എല്ലാവരും പറഞ്ഞത് പണ്ഡിത സംഘടന തന്നെ വേണം.
കാരണം ഇവിടെ പ്രവർത്തിക്കുന്നവരൊക്കെ സംഘടനയാണ്. സംഘടന വെച്ച് തീരുമാനം പറയുമ്പോൾ, സംഘടന വെച്ച് ആഹ്വാനം മുഴക്കുമ്പോൾ, സംഘടന വെച്ച് ഉപദേശിക്കുമ്പോൾ ആ സംഘടനയ്ക്ക് ബദലൊരു വ്യക്തി പറയുന്നത് സമൂഹം കണക്കിലെടുക്കൂല, മാധ്യമങ്ങൾ കണക്കിലെടുക്കൂല, ഇതര സമുദായക്കാർ കണക്കിലെടുക്കൂല. സംഘടനയ്ക്ക് ബദൽ സംഘടന തന്നെ വേണം. ആ പരിഗണനീയമായ അഭിപ്രായത്തിന് മുൻഗണന കിട്ടിയിട്ട് ആ തീരുമാനപ്രകാരമാണ് മഹത്തായ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമാ എന്ന പണ്ഡിത സംഘടന രൂപം കൊണ്ടത്. ഈ പണ്ഡിത സംഘടന രൂപം കൊണ്ടിട്ട് 1967 നവംബർ മാസത്തിൽ രൂപം കൊണ്ട ഈ സംഘടനയ്ക്ക് കഴിഞ്ഞ നവംബറിൽ 40 വർഷം പൂർത്തിയായി. ആ നവംബറിൽ ഹജ്ജ് കാലമായതുകൊണ്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ പെട്ടെന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ടും നടത്താൻ പറ്റാത്തതുകൊണ്ടും തീരുമാനിച്ച് ഇപ്പോഴാണ് നമ്മളിപ്പോൾ അതിന്റെ 40ാം വാർഷികത്തിൽ എത്തിയിരിക്കുന്നത്. ആ 40ാം വാർഷികം ആഘോഷിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, പ്രായമുള്ളവരെ, നിങ്ങളെല്ലാവരും ഒരു വേള ആലോചിക്കണം. ഇത് കാര്യലാഭത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല, ഭൗതിക താൽപര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല, പൊങ്ങച്ചത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല, പ്രകടനപരതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല. ആയിരുന്നെങ്കിൽ അന്നത്തെ സമസ്തയുടെ അജയ്യനായ പ്രസിഡന്റ് എന്ന പദവി വലിച്ചെറിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകൾ പോരുമായിരുന്നോ? 50കൾ മുതൽക്ക് സമസ്തയുടെ പോക്ക് ശരിയല്ലെന്ന് കണ്ടുകൊണ്ട് കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട നാദാപുരത്തെ പള്ളിയിലെ നമ്മുടെ ഓർ, ഈ ബഹുമാനപ്പെട്ട ശംസുലമ ഓർ, ആ ഓർ ഈ സംഘടനയിൽ കൂടുമായിരുന്നോ? സ്വാർത്ഥതയ്ക്ക് വേണ്ടിയോ, കാര്യലാഭത്തിന് വേണ്ടിയോ, പ്രശസ്തിക്ക് വേണ്ടിയോ, പറ്റു പറയാൻ വേണ്ടിയോ? ഞങ്ങളിങ്ങനെ അറിവാളന്മാരുടെ സംഘടനയാണെന്ന് അഹങ്കരിക്കാൻ വേണ്ടിയോ രൂപീകരിക്കപ്പെട്ട സംഘടനയല്ല ഇത്. ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ, ചുമതലാബോധത്തോടുകൂടെ പണ്ഡിതന്മാർ നിർവഹിക്കേണ്ട കടമ നിർവഹിക്കാൻ വേണ്ടി അവർ സേവനം ചെയ്തു. ഈ സേവനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സംശുദ്ധരിൽ സംശുദ്ധരായ നേതാക്കൾ, മറുപക്ഷത്തുള്ള നേതാക്കളിൽ പലരെക്കുറിച്ചും പല പരാതികളും പുരാതികളും ഉണ്ടല്ലോ. നമ്മുടെ ബഹുമാന്യരായ നേതാക്കളിൽ ആരെക്കുറിച്ചെങ്കിലും ജീവിതത്തിന്റെ വിശുദ്ധിയിലോ പാണ്ഡിത്യത്തിന്റെ കുറവിലോ അല്ലാഹു തആലയുമായുള്ള ബന്ധത്തിന്റെ നിറവിലോ എവിടെയെങ്കിലും ഒരു ചെറിയ പഴുത്, എവിടെയെങ്കിലും ഒരു ചെറിയ ആരോപണം അന്ന് വരുമോ? ആരോഗ്യം പറയട്ടെ, ഏതെങ്കിലും ഒരാൾ പറയട്ടെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇന്ന് ശൈഖുനാ അവറുകളെ വാഴ്ത്താതിരിക്കുമോ? ബഹുമാനപ്പെട്ട താഴേക്കോട് കുഞ്ഞലൈ മുസ്ലിയാർ അവറുകളെ വാഴ്ത്താതിരിക്കുമോ? ബഹുമാനപ്പെട്ട നമ്മുടെ ശംസുലമ ഓറെ വാഴ്ത്താതിരിക്കുമോ? കുറ്റം പറയാൻ കഴിയുമോ? അങ്ങനെയുള്ള മഹാന്മാരാണ് ഈ സംഘടനയുടെ നേതൃത്വത്തിലുള്ളതെങ്കിൽ ആ സംഘടനയുടെ പിൻഗാമികളെന്ന് നിലക്കും അവരുടെ സംഘടനയെന്ന നിലക്കും ഇവിടെയുള്ള കക്കംപള്ളിയിലെ ആഭാരവൃദ്ധം ജനങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, നിങ്ങളുടെ പരിശ്രമം പാഴാകില്ല. നിങ്ങൾ ഈ ജംഇയ്യത്തിനെ സ്വാഗതം ചെയ്യുന്ന മനസ്സ് വക്കൂനൂ മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധരിൽ സത്യസന്ധരായ, ആത്മാർത്ഥത പുലർത്തുന്ന, ഈമാനിനോട് കടമ നിറവേറ്റുന്ന, അമലിനോട് കടമ നിറവേറ്റുന്ന, ഇൽമിനോട് പ്രതിബദ്ധത പുലർത്തുന്ന, ഉലമാഇന്റെ ബാധ്യതയും ചുമതലയും നിർവഹിക്കുന്ന ഉശിരുള്ള പണ്ഡിതന്മാരുടെ സംഘടനക്കാണ് നിങ്ങൾ പിന്തുണയേകുന്നത്. അവരെയാണ് നിങ്ങൾ പിന്തുണക്കുന്നത്, അവരെയാണ് നിങ്ങൾ വരവേറ്റത്, അവർക്കാണ് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത്, അവർക്കാണ് നിങ്ങൾ സ്വീകരണം നൽകുന്നത്, അവർക്ക് തന്നെയാണ് നിങ്ങൾ എല്ലാം നൽകുന്നത്. നിങ്ങളുടെ ശ്രമം പാഴാവില്ല. നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ തലമുറയിലും ഇതിന്റെ ബർക്കത്ത് കിട്ടട്ടെ. വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാൻ, അല്ലാഹുവിന്റെ ഹബീബായ നബിയുടെ വരവിന്റെ ഒരു 4000 കൊല്ലം മുൻപെങ്കിലും തുബ്ബൈ രാജാവിന്റെ ആ കാലത്തു തന്നെ മദീന നിവാസികളായി അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദേഹമാകും ഇതെന്നും ഇവിടേക്ക് നബി തങ്ങൾ ഹിജ്റ വരുമെന്നും വേദക്കാരിൽ നിന്ന് കിട്ടിയ വിവരം വെച്ചുകൊണ്ട് ഒരു 400 പണ്ഡിത സംഘം തുബ്ബൈ രാജാവിന്റെ സംഘത്തിൽ നിന്നും വേർപെട്ട് താമസിച്ചവരാണ് മദീനത്തെ അൻസാർ. ആ അൻസാർ അവരുടെ പരമ്പരയിലാണ്. ആ പരമ്പരയ്ക്ക് മുഴുവൻ കിട്ടിയ ഭാഗ്യം പുന്നാര നബിയെ വരവേൽക്കാൻ വേണ്ടി അവർ കാത്തിരുന്നു വന്നതാണ്. അന്ന് കാത്തിരുന്നവരിൽ നബിക്ക് വേണ്ടി കാത്തിരുന്ന ഏറ്റവും വലിയ നേതാവിന്റെ വീടാണ് മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്. ആ വീട്ടിലേക്കാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മഅ്മൂറായ ഒട്ടകം, അള്ളാഹുവിനാൽ ആജ്ഞ നൽകപ്പെട്ട ഒട്ടകം പോയി മുട്ടുകുത്തിയത്. ഇത് അള്ളാഹുവിന്റെ നിയതിയാണ്. ആ നിയതി സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹു തആലാന്റെ ഹബീബായി നബി വരുന്നതിന്റെ 4000 കൊല്ലം മുൻപ് സംശുദ്ധരിൽ സംശുദ്ധരായ ഉലമാഇന്റെ ഒരു സംഘത്തെ അള്ളാഹു തആല മദീനത്ത് നിർത്തിയവരുടെ പിൻഗാമികളാണ് ഏറ്റവും പ്രിയപ്പെട്ടവരായ അൻസാരികളെങ്കിൽ ആ അൻസാരികളുടെ പവിത്രതയും സ്ഥാനവും അള്ളാഹു വിവരിക്കുന്നത് സ്വാദിഖീങ്ങളായ മുഹാജിറുകളെ വരവേറ്റുവന്നതും സ്വാദിഖീങ്ങളായ മുഹാജിറുകൾക്ക് വരവേറ്റുവന്നല്ല, അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തുവന്നതുമാണ്. അതിന്റെ പേരിൽ തന്നെ വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഹസാസ, തങ്ങൾക്ക് ആവശ്യമുണ്ടായിട്ടും തങ്ങൾക്ക് അത്യാവശ്യമുണ്ടായിട്ടും അതെല്ലാം മുഹാജിറുകൾക്ക് വേണ്ടി ഒഴിഞ്ഞുകൊടുത്തവർ, സ്വാദിഖുകൾക്ക് വേണ്ടി ഒഴിഞ്ഞുകൊടുത്തവർ, സത്യസന്ധന്മാർക്ക് വേണ്ടി ഒഴിഞ്ഞുകൊടുത്തവർ. അള്ളാഹു സ്വാദിഖീങ്ങളെ
സ്വാദിഖീങ്ങളെന്ന് ഖുർആനിൽ വാഴ്ത്തിയ ഒരേ ഒരു സമുദായമുണ്ടെങ്കിൽ വ്യക്തമായി അഹദിൽ അറിയപ്പെട്ട ഒരു കൂട്ടർ മുഹാജിറുകളാണ്. ആ മുഹാജിറുകളായ സ്വാദിഖീങ്ങളെ സ്വീകരിച്ചതിന്റെ പേരിൽ ഉലമാഇന്റെ സംഘത്തിന്റെ പിൻഗാമികളായ അൻസാറിനെ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ ആഖിറത്തിൽ വിജയിച്ചവരാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകീർത്തിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട കക്കമ്പള്ളിക്കാരെ, ഈ പ്രദേശത്തിന്റെ പരിസരത്തുള്ളവരെ, ഇതിനുവേണ്ടി സഹായങ്ങൾ അർപ്പിച്ചിട്ടുള്ളവരെ, ഈ ഉലമാഇന്റെ സംഘത്തിനെ വരവേൽക്കുന്നവരെ, പരിഗണിക്കുന്നവരെ, നിങ്ങൾ നിരാശപ്പെടേണ്ട. നമ്മുടെ ആശ അല്ലാഹു പൂർത്തിയാക്കുമാറാവട്ടെ. നമ്മളെല്ലാവരും വിജയികളാണ്. വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. സ്വാദിഖീങ്ങളായ മുഹാജിറുകളും ആ സ്വാദിഖീങ്ങളെ വരവേറ്റുകൊണ്ട് സ്വന്തത്തെക്കാൾ ആത്മത്യാഗം ചെയ്ത് അവരെ സ്വീകരിച്ചിട്ടുള്ള മുഫ്ലിഹീങ്ങളായ അൻസാറുകളും ഈ രണ്ട് സുഹാബികളുടെ കൂട്ടത്തിന് ശേഷം വരുന്നവരൊക്കെയും ചെയ്യേണ്ട കടമ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്. അവർക്ക് വേണ്ടി മഗ്ഫിറത്തിനും റഹ്മത്തിനും പ്രാർത്ഥിച്ച് കടമ നിറവേറ്റിയിട്ട് അവരെ പിന്തുണക്കുക. للفقراء المهاجرين السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. വിശുദ്ധ ഖുർആൻ السابقون الأولون من المهاجرين والأنصار ഇസ്ലാമിലേക്ക് ആദ്യകാലത്ത് തന്നെ വെളിയാളം കെട്ട് കടന്നെത്തുകയും അതിൽ മുൻപന്തിയിലെത്തുകയും ചെയ്ത സൂപ്പർ ഫാസ്റ്റ് വളരെ മുൻപന്തിയിലെത്തിയിട്ടുള്ള സാബിഖും ബിൽ ഖൈറാത്തായ മഹാന്മാരായ മുഹാജിറുകളും അൻസാറുകളും. ആ മുഹാജിറുകൾക്കും അൻസാറുകൾക്കുമുള്ള സ്ഥാനം ഇനി ഒരാൾക്കും നേടാൻ കഴിയില്ല. നിങ്ങളൊരാൾ ഉഹുദ് മലയോളം പുണ്യം നേടിയാലും ഉഹുദ് മലയോളം സ്വർണം കിട്ടിയാലും ആ സ്വർണം മുടക്കി അള്ളാന്റെ ദീനിനു വേണ്ടി ചെലവഴിച്ചാലും എന്റെ സ്വഹാബികളിൽ ഒരാൾ ഒരു മുദ്ദോ ഒരു സോയോ 2 കിലോയോ 1 കിലോയോ അരി കൊടുത്തതിന്റെ പുണ്യം അവർക്ക് നേടാൻ കഴിയുകയില്ലെന്ന് ഖാല റസൂലുള്ളാഹി. അവരുടെ സ്ഥാനം ആർക്കും നേടാൻ കഴിയില്ല. പക്ഷേ അവരുടെ കണ്ണി ചേരാൻ പറ്റുന്നത് ഒന്നേ ഉള്ളൂ. വല്ലദീന തബഊഹും ബിഇഹ്സാൻ. ഈസാനുകൊണ്ട് അല്ലാഹു തആലാന്റെ ദീനിൽ ശരിയായ മര്യാദയും കടപ്പാടും പാലിച്ചുകൊണ്ട് അർത്ഥവത്തായ ഇഖ്ലാസോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ മുഹാജിറുകളായ അൻസാറുകളായ സ്വാദിഖുകളെയും ആ സ്വാദിഖുകളെ വരവേറ്റ മുഫ്ലിഹുകളായ അൻസാറുകളെയും പിൻപറ്റി ജീവിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ സ്വഹാബത്തിന്റെ പിൻഗാമികളായി വന്ന കേരളത്തിലെ ആദ്യ മിഷണറി സംഘത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയതിന്റെ കാവലാളുകളായി അവസാന കാലത്ത് വന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായിൽ നിന്ന് അധികാരത്തിന് വേണ്ടിയല്ല, പണത്തിന് വേണ്ടിയല്ല, മറ്റേതെങ്കിലും ദ്രവ്യങ്ങൾ കൊതിച്ചിട്ടല്ല. ഇന്ന് ചിലർ കുറിക്കുന്നത് പോലെ അധികാരമോഹമാണത്രേ കേരള സംസ്ഥാന ജംഇയ്യത്തിന് രൂപീകരിക്കപ്പെടാൻ കാരണം. ഇവർ കാണുന്ന അധികാരം എന്താണ്? സമസ്തയുടെ ഭരണോന്നത അധ്യക്ഷ സ്ഥാനത്തിരുന്നിട്ടുള്ള മഹാനായ അതിന്റെ പ്രസിഡന്റ് ആ അധ്യക്ഷ സ്ഥാനം വലിച്ചെറിഞ്ഞു പോരുമ്പോ ഇനി അതിലപ്പുറം ഒരു അധികാരം എവിടെയാണ് സമസ്തയിൽ ഞങ്ങൾക്ക് ആലോചിച്ചിട്ട് തിരിയുന്നില്ല. അധികാരമോഹത്തിന് വേണ്ടി സമസ്തയിൽ നിന്ന് പോരുന്നവർ ഇങ്ങനെയാണോ പോരുക? ആ അധികാരമോഹം ഈ കേരള സംസ്ഥാന ജംഇയ്യത്തിനോട് ഉലമാക്കൾക്കില്ല. ദ്രവ്യത്തിനു വേണ്ടിയല്ല, കടലാസു പണത്തിനു വേണ്ടിയല്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല. സത്യസന്ധത തങ്ങളുടെ ഇൽമിനോട് പുലർത്താൻ, തങ്ങളുടെ ഈമാനിനോട് പുലർത്താൻ, ആത്മാർത്ഥത തങ്ങളുടെ കടപ്പാടിനോട് പുലർത്താൻ, ഉലമാക്കൾ എന്ന നിലക്കുള്ള തങ്ങളുടെ ധർമ്മം പുലർത്താൻ, ഉമരാക്കൾ എന്ന നിലക്കുള്ള ചുമതലകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ വേണ്ടി വന്ന ആ സ്വാദിഖീങ്ങളായ ഉലമാക്കന്മാരോടും അവരെ സ്വീകരിക്കുന്നവരോടും പിൻപറ്റിക്കൊണ്ട് അനുസരിച്ചുകൊണ്ട് അനുസരണയുള്ളവരായി ജീവിക്കുക. ഇതുമാത്രമാണ് നമുക്ക് കരണീയം. ഇതാണ് രക്ഷയ്ക്കുള്ള വഴിയും. ഈ രക്ഷയ്ക്കുള്ള വഴിയിലേക്ക് കേരളത്തിലുള്ള മുസ്ലിംകളെ, കേരളീയ സുന്നികളെ, കേരളീയ സമൂഹമേ, വിശ്വാസ സമൂഹമേ, ആത്മാർത്ഥതയുള്ള വിശ്വാസികളുടെ കണ്ണിയിലേക്ക്, ആത്മാർത്ഥതയുള്ള വിശ്വാസികൾ നേതൃത്വം നൽകിയിട്ടുള്ള സ്വാദിഖീങ്ങളുടെ പരമ്പരയിലേക്ക് നിങ്ങൾ ആത്മാർത്ഥമായി കടന്നുവരൂ. പരലോകമാണ് വലുത്, അവരുടെ കൂട്ടാണ് സ്വർഗത്തിൽ വലുത്. ഇവിടത്തെ ക്ഷണിക വികാരങ്ങളോ സ്ഥാനങ്ങളോ വലുപ്പങ്ങളോ ജനബാഹുല്യമോ ജനങ്ങളുടെ തെക്കുബീറോ വലുതല്ല, പുകഴ്ത്തലുകൾ വലുതല്ല. അതിനേക്കാൾ അപ്പുറം നമുക്ക് ആഖിറത്തിൽ സ്വാദിഖീകളോടുകൂടെ ഒപ്പമെത്തണം. ആഗ്രഹിക്കുന്നുണ്ടോ കേരളത്തിലെ വിശ്വാസികൾ? കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ന സ്വാദിഖീകളായ പണ്ഡിതന്മാർ രൂപീകരിച്ച സംഘടനയിലേക്ക് കടന്നു വരൂ. ആ സംഘടനയെ പിന്തുണക്കൂ, ആ സംഘടനയെ അനുകരിക്കൂ, ആ സംഘടനയെ പിന്തുണക്കൂ. മാനസികമായെങ്കിലും ഇതിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ശാഖിക്കുകയും പ്രാർത്ഥന കൊണ്ടെങ്കിലും ഈ സംഘടനയെ നിങ്ങൾ വളർത്തുകയും ചെയ്യണമേ എന്ന് കേരളീയ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന പ്രമേയമാണ് 40ാം വാർഷികത്തിന് ഈ ജംഇയ്യത്തുൽ ഉലമ തെരഞ്ഞെടുത്തിരിക്കുന്ന കൂനൂ മഅ സ്വാദിഖീൻ എന്ന പ്രമേയം. ഈ പ്രമേയം ഔപചാരികമായി ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ നിർത്തട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.